ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ a+ib-യും രണ്ടാമത്തത് c+id-യും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ z1 z2 ആണല്ലേ. z1 z2 എന്ന് പറയുമ്പോൾ ഈ വാല്യൂസ് നമുക്കൊന്ന് എടുത്തെഴുതി കൊടുക്കാം. ഇതിലെ ഫസ്റ്റ് ടേം കൊണ്ട് സെക്കൻഡിലെ ഫസ്റ്റ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ a ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ AC പ്ലസ് a ഇൻറ്റു IAD പ്ലസ് IB ഇൻറ്റു സി IBC പ്ലസ് IB ഇൻറ്റു ID. IB ഇൻറ്റു ID എന്ന് പറഞ്ഞാൽ I ഇൻറ്റു I സ്ക്വയർ ആണ്. I² BD എന്ന് വരും. ഇവിടെ AC അതേപോലെ എഴുതി. I²ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണല്ലേ. അപ്പോൾ I² ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? -BD എന്ന് വരും. അപ്പോൾ AC മൈനസ് BD ഈ ടേം ഞാൻ ആദ്യം എഴുതി. പ്ലസ് ഇവിടുന്ന് I കോമൺ ആയിട്ട് ഔട്ട് സൈഡിൽ എടുക്കാം. ഇവിടെ ഒരു I ഉണ്ട്, ഇവിടെ I ഉണ്ട്. അപ്പോൾ ഈ I നമുക്ക് ഔട്ട് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ IAD പ്ലസ് BC. ഇത്രയും റിയൽ പാർട്ടാണ്. I ഉള്ള ടേം ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? z1 എന്ന് പറഞ്ഞാൽ a+ib-യും z2 c+id-യും ആണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ഈ ആൻസറിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് ഇതേ മെത്തേഡിൽ മൾട്ടിപ്ലൈ ചെയ്ത് പോയാലും കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും നമുക്ക് ആൻസറിലേക്ക് എത്തും. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് z1 z2. ഫൈൻഡ് z1 z2. z1 is equal to 3 plus I5 and z2 is equal to 2 plus I6. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞു z1 z2 എന്ന് പറയുന്നത് എങ്ങനെ കിട്ടുക? അതിൻ്റെ ഇക്വേഷൻ എഴുതി നോക്കാം. AC മൈനസ് BD പ്ലസ് IAD പ്ലസ് BC. ഇവിടെ എയും സിയും ഇതിങ്ങനെയാണ്. ഇത് എയും ഇത് IB ആണ്, അതുപോലെ ഇത് C ആണ്, ഇത് D ആണ്. അപ്പോൾ ഇവിടെ എ ഉള്ള സ്ഥലങ്ങളിലൊക്കെ 3 കൊടുക്കുക, സിക്ക് പകരം 2 കൊടുക്കുക, ബിക്ക് പകരം 5, D 6. ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടുന്ന് AC എന്ന് പറയുമ്പോൾ എന്താ വരിക? 3 × 2 6 മൈനസ് BD 5 × 6 5 × 6 30 പ്ലസ് I ഇൻറ്റു AD എന്ന് പറയുമ്പോൾ 3 × 6 18 പ്ലസ് BC 5 × 2 10 വിച്ച് ഈസ് ഈക്വൽ ടു 6 മൈനസ് 30 എന്ന് പറഞ്ഞാൽ -24 ആണ്. -24 പ്ലസ് 18 പ്ലസ് 10 28 ആയി. ആൻസർ ഇങ്ങനെ കിട്ടും. അതായത് നമ്മളിവിടെ ചെയ്തത് ഇതാണ്. ഫസ്റ്റ് ടേം കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു AC, അതുപോലെ അടുത്ത് എന്ത് ചെയ്തു? -BD 5 × 6 അതാണ് 30 വന്നത്. ഇനി പ്ലസ് I അതേപോലെ എഴുതി. AD എന്ന് പറയുമ്പോൾ 3 × 6 D എന്ന് പറയുന്നത് ഇവിടെ 6 ആണ്, അതുകൊണ്ട്. അപ്പോൾ 3 × 6 എന്ന് പറഞ്ഞാൽ 18 ആണ്. BC എന്ന് പറയുമ്പോൾ 5 × 2 10. ഇങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തത്. ഇതേ ക്വസ്റ്റ്യന് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ അറിയില്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ചെയ്ത സെയിം ക്വസ്റ്റ്യന് നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം. അതെങ്ങനെയാണ്? ഈ ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ചെയ്യാം. 3 × 2 ചെയ്യുക. 3 × 2 എന്ന് പറഞ്ഞാൽ 6 പ്ലസ് 3 × 6 I6 എന്ന് പറയുമ്പോൾ I18 3 × 6 18 ആണ്. I അതേപോലെ എഴുതി. പ്ലസ് I5 × 2 10I പ്ലസ് I5 × I6 I² 30 6 അതേപോലെ എഴുതി. I² 30 എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ ടേമും നമുക്ക് ആഡ് ചെയ്ത് പോവാം. 18I + 10I എന്ന് പറഞ്ഞാൽ 28I
ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ -1 × 30 എന്ന് പറഞ്ഞാൽ -30. ഇത് സോൾവ് ചെയ്താൽ ഈ ഐ ഉള്ള ടേം അതേപോലെ എഴുതുക. റിയൽ പാർട്ടിൽ ഐ ഉണ്ടാവില്ല. അപ്പോൾ അതിന് സോൾവ് ചെയ്യുക. 6 - 30 എന്ന് പറഞ്ഞാൽ -24 + 28i. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ മറ്റു രീതിയിൽ ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതേ മെത്തേഡ് ഫോളോ ചെയ്യാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫസ്റ്റ് ലോ ആണ് ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ ലോ എന്ന് പറഞ്ഞ ഇതാണ്: ദ പ്രോഡക്റ്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് Z1 Z2 ഈസ് എ കോംപ്ലക്സ് നമ്പർ ഫോർ എവറി കോംപ്ലക്സ് നമ്പർ Z1 ആൻഡ് Z2. നെക്സ്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുമ്പം ഫോർ എനി ടു കോംപ്ലക്സ് നമ്പേഴ്സ് Z1 ആൻഡ് Z2, Z1 Z2 ഈസ് ഈക്വൽ ടു Z2 Z1 ആയിരിക്കും. അതായത് ഇപ്പം നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷനിൽ 5 × 3 എന്ന് പറഞ്ഞാലും 3 × 5 എന്ന് പറഞ്ഞാലും 15 തന്നെ കിട്ടും. അതേപോലെ തന്നെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് Z1 Z2 ചെയ്താലും Z2 Z1 ചെയ്താലും ഈക്വൽ ആയിരിക്കും. അസോസിയേറ്റീവ് ലോ എന്ന് പറയും 3 വരും. ഫോർ എനി കോംപ്ലക്സ് നമ്പേഴ്സ് Z1 Z2 Z3, Z1 Z2 × Z3 ഈക്വൽ ടു Z1 Z2 Z3. ഇവിടെ ഓർഡർ മാറിയാലൊന്നും പ്രശ്നമില്ല, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെയിം തന്നെ കിട്ടും. കോംപ്ലക്സ് നമ്പർ 1 + I0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും 1 കണ്ടാൽ അതെന്താണ്? 1 + I0 ആണ്. ഇവിടെ ഇമാജിനറി 0 ആണ്. കോൾഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി സച്ച് ആസ് സെറ്റ് 1 ഈക്വൽ ടു, അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ Z = 1 അല്ലെങ്കിൽ 1 = Z